doing is, you are putting Hindus and Muslims in watertight compartment. You may have that desire, but we will not allow this country to go in that direction. വഖഫ് ബില്ല് വിഷയത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ പാർലമെന്റിൽ സംസാരിച്ചതിന്റെ മലയാളം പരിഭാഷ. ഇവിടെ അവതരിപ്പിച്ച ബില്ലിനെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു. എന്റെ സഹപ്രവർത്തകർ പറഞ്ഞതുപോലെ ഇത് ഭരണഘടനയുടെ കടുത്ത ലംഘനമാണ്. ആർട്ടിക്കിൾ 14, 15, 25, 26, 30 തുടങ്ങി നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മൗലികാവകാശങ്ങളെ ഈ ബില്ല് ഹനിക്കുന്നു. ഇതൊരു ദുഷ്ടലാക്കോടെയുള്ള ബില്ലാണ്. ഇത് കൊണ്ടുവന്നതിൽ നിങ്ങൾക്കൊരു വൃത്തികെട്ട അജണ്ടയുണ്ട് സർ. ഈ ബില്ല് പാസ്സായാൽ രാജ്യത്തെ മുഴുവൻ വഖഫ് സംവിധാനവും തകർന്ന് തരിപ്പണമാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് വഖഫ് ബോർഡ്, വഖഫ് കൗൺസിൽ തുടങ്ങിയവയ്ക്കൊന്നും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല. അവർക്കൊരു വിലയും ഉണ്ടാകില്ല. ഈ സമിതിക്കുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും സർക്കാർ പിടിച്ചെടുത്ത് അതാത് ജില്ലാ കളക്ടർമാർക്ക് കൊടുക്കാൻ പോവുകയാണ്. തമാശ തോന്നുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഇത് ഇല്ലാതാക്കും. മുസ്ലിങ്ങൾക്ക് ഹിന്ദുമത സ്ഥാപനങ്ങൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് വഖഫ് സംവിധാനവും. അതിൽ ഹിന്ദുക്കൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിലെ നിയന്ത്രണം. ഇത്തരം ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നിയില്ലേ? ഈ രാജ്യത്ത് ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? ഇതെങ്ങനെയൊരു കാര്യമാണ് വിലക്കിയിരിക്കുന്നത് സാർ? ഒരേ സമയം ഇത് എല്ലാ സംവിധാനങ്ങളെയും അപകടത്തിലാക്കും. ഈ ബില്ല് പരിശോധിച്ചാൽ എന്താണ് കാണാൻ കഴിയുക? വഖഫ് ബോർഡിനും സമിതിക്കും യാതൊരു അധികാരങ്ങളുമില്ല. ഈ ബില്ലിൽ പറയുന്നത് പ്രകാരം വഖഫ് ചെയർമാനേക്കാളും ഉയർന്ന സ്ഥാനം കളക്ടർക്കാണ്. ഇതിലെ രസം അതൊന്നുമല്ല. ഈ ബില്ല് ഒരിക്കൽ നിയമമായാൽ പിന്നീട് കയ്യേറിയിരിക്കുന്ന വസ്തു പിടിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് ഒരു സർക്കാർ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് എത്ര വെരിഫൈ ചെയ്ത് തെളിഞ്ഞ കാര്യമാണെങ്കിലും സർക്കാരിന് അവിടം ഒഴിച്ചെടുക്കാൻ പറ്റില്ല. അതാണ് ഈ ബില്ല് പറയുന്നത് സർ. വഖഫ് ലാൻഡിൽ നിങ്ങൾ കയ്യേറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ് സർ. മറ്റൊരു കാര്യം മനസ്സിലായത് വഖഫ് ഭരണസമിതിയിൽ ചെയർമാനോ മറ്റ് അംഗങ്ങളോ ഉണ്ടായിരിക്കില്ല എന്നാണ്. അവർ അധികാരമില്ലാത്തവരായി മാറും. മുൻകാല നിയമത്തിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം മുസ്ലിങ്ങളായിരിക്കണമെന്ന ഒരേ ഒരു നിബന്ധനയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് അത് അമുസ്ലിങ്ങളുടെ പേരാണ്. ഇതിൽ മുസ്ലിങ്ങളുടെ പേരില്ലെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് സർ. വഖഫിന്റെ സ്വത്തുക്കളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കടന്നു കയറണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സർക്കാർ ഒരുപാട് അനീതികൾ സൃഷ്ടിക്കുകയാണ്. കാരണം ഞങ്ങൾ ഇതിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് 15ാം ലോക്സഭയിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് കെ റഹ്മാൻ ഖാന്റെ നേതൃത്വത്തിൽ ഒരു JPC രൂപീകരിച്ചിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. അതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ ഇന്ന് പിൻവലിക്കുകയാണ്. കുറെ പഠനം നടത്തിയാണ് റഹ്മാൻ കമ്മിറ്റി തങ്ങളുടെ ശുപാർശകൾ മുന്നോട്ട് വെച്ചത്. അതിൽ കുറെ ഭേദഗതികൾ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ അതെല്ലാം പിൻവലിക്കുന്നു. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ക്രൂരതയാണെന്നാണ്. നിങ്ങൾ സഹാനുഭൂതി കാണിക്കാതെ ഈ വഖഫ് സംവിധാനത്തെ അതിക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഒരല്പം വിവേകവും ബുദ്ധിയും കാണിക്കണം. നിങ്ങൾ അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഈ രാജ്യത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ വിഷലിപ്തമാക്കരുത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങളത് അനുവദിക്കുകയില്ല. ഇതായിരുന്നു ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗം. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗം എവിടെയാണ് അതും നിങ്ങൾക്ക് കേൾക്കാം. I vehemently oppose the very presentation of this bill. As correctly pointed out by my learned friends, this is a clear violation of the Constitution. It is a violation of the fundamental right enshrined in our Constitution. Article 14, Article 15, Article 25, Article 26 and Article 30. Sir, this bill is ill-motivated, sir. You have got dirty agenda with you. Yes. Sir, if this bill is passed, the entire boxing system will be collapsed, sir. That is going to happen. Similarly, sir, various bodies, Waqf Board and Waqf Council, all these bodies will have no existence. They will not have any value because all the powers vested with these bodies are captured by the government and handed over to the district collectors. It's a funny thing, sir. Similarly, sir, this will spoil this secular nature of this country. Yes. Muslims cannot donate to the Hindu system and they cannot donate to Waqf system. That is the restriction. Are you not ashamed of making this country in this way, sir? What is happening in this country? You have forbidden that kind of thing, sir. At the same time,
This will jeopardize all the system. Now, walkabout and council. If you go through that bill, sir, what is happening? They have no any power. All the powers are going to be vested with the collector. As per this act, collector is superior than the chairman of the work board, sir. That is the system we can see in this, sir. Sir, the funny thing is not that, sir. Once this bill is passed, the evacuation of the encroached property will become impossible. That is the funny thing, sir. This bill says that once government is encroached in this, government building is situated in the work land. Even after verifying, if that is cleared, then also it cannot be evacuated. So in fact, sir, you are encouraging encroachment on Wakfu land. That is another thing, sir. Sir, another thing, we can very well understand. Powers of the work administration, they will have no, this chairman and the work board members, they will have no any power. In this various bodies, in the Parent Act, there was a clause. What was that? From various constituency, members are there. There was a stipulation that they should be Muslims. But here, you are saying only two names. That should be non-Hindu, non-Muslims. Even the name of a Muslim is not mentioned in this. It means that you want to engross the entire system according to your liking. That is what is happening, sir. Yes. And we have to understand one more thing, sir. Government is trying to create a lot of injustice, sir. Because we had a lot of work. I have participated in 50 in the Lok Sabha. A JPC was constituted under Mr. Rahman, our leader, community leader. Umar Khan. He made a wonderful report, sir. It was very clear. There was a lot of good thing. You are repealing all these clauses. After a lot of study, Rahman Khan committee recommended certain things and amendment was made accordingly. Now you are repealing all these clauses. So what I am saying is, you are cruel in this. You have to be sympathetic in this, sir. This legislation, you are killing, ruthlessly killing the system, the work system. I urge upon you to prevail wisdom. You must think about that. Don't poison this country in a different way. That is what you are doing. Your intention is to spoil this country's communal benefit. What you are doing is, you are putting Hindus and Muslims in watertight compartment. You may have that desire, but we will not allow this country to go in that direction. Sir, with this word, I conclude. Thank you very much.